ലോകം മുഴുവൻ സാങ്കേതികവിദ്യയുടെയും സാമ്പത്തിക പുരോഗതിയുടെയും പിന്നാലെ പായുമ്പോൾ നിശബ്ദമായി നമ്മുടെ പാദത്തിനടിയിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ആഗോള താപനം എന്ന പ്രതിഭാസം സമുദ്രനിരപ്പ് ഉയർത്തുന്നതിലൂടെ ഭൂമിയുടെ ഭൂപടം തന്നെ മാറ്റിമറിക്കാൻ ഒരുങ്ങുകയാണ്. ഇത് വരാനിരിക്കുന്ന ഒരു വിദൂര ഭാവിയിലെ കഥയല്ല, മറിച്ച് നമ്മുടെ തൊട്ടുമുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. ശാസ്ത്ര ലോകത്തിൻ്റെ കണക്കുകൂട്ടൽ പ്രകാരം നാം ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ 2100 ആകുമ്പോഴേക്കും ഇന്നത്തെ പല രാജ്യങ്ങളും നഗരങ്ങളും ചരിത്ര പുസ്തകങ്ങളിൽ മാത്രം അവശേഷിക്കുന്ന അവസ്ഥയിലായിരിക്കും. സമുദ്രം കരയെ വിഴുങ്ങുമ്പോൾ വെറും മണ്ണല്ല നഷ്ടപ്പെടുന്നത്, മറിച്ച് കോടിക്കണക്കിന് മനുഷ്യരുടെ സംസ്കാരവും ചരിത്രവും വാസസ്ഥലവുമാണ്. ആഗോള താപനത്തിൻ്റെ ഈ കറുത്ത വശത്തെക്കുറിച്ചും അപ്രത്യക്ഷമാകാൻ പോകുന്ന ആ രാജ്യങ്ങളെക്കുറിച്ചുമുള്ള ആഴത്തിലുള്ള ഒരു അന്വേഷണമാണ് നമ്മൾ ഇക്കുറി നടത്തുന്നത്. വിനോദസഞ്ചാരികളുടെ സ്വപ്നഭൂമിയായ മാലിദ്വീപ് ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്ന രാജ്യങ്ങളിലൊന്നാണ്. സമുദ്രത്തിൻ്റെ മടിത്തട്ടിലെ മുത്തുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ രാജ്യം നേരിടുന്നത് അസ്തിത്വ പ്രതിസന്ധിയാണ്. കണക്കുകൾ പ്രകാരം മാലദ്വീപിൻ്റെ മൊത്തം ഭൂപ്രദേശത്തിൻ്റെ 80% സമുദ്രനിരപ്പിൽ നിന്ന് വെറും 1 മീറ്റർ മാത്രം ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആഗോള താപനം മൂലം സമുദ്രനിരപ്പ് ഓരോ വർഷവും ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ 2100ഓടെ ഈ രാജ്യം പൂർണ്ണമായും വെള്ളത്തിനടിയിലാകാൻ സാധ്യതയുണ്ട്. ഇതൊരു പ്രവചനം മാത്രമല്ല, മാലദ്വീപ് സർക്കാർ ഇതിനോടകം തന്നെ ഗൗരവമായി എടുത്തു കഴിഞ്ഞ കാര്യമാണിത്. തങ്ങളുടെ ജനതയ്ക്ക് ഭാവിയിൽ അഭയം നൽകാനായി മറ്റ് രാജ്യങ്ങളിൽ സ്ഥലം വാങ്ങുന്നതിനെക്കുറിച്ച് പോലും അവർ ആലോചിക്കുന്നുണ്ട്. കടൽ നിരപ്പ് ഉയരുന്നത് കേവലം കര നഷ്ടപ്പെടുന്നതിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് കുടിവെള്ള സ്രോതസ്സുകളിൽ ഉപ്പുവെള്ളം കലരുന്നതിലും കൃഷിനാശത്തിലും ഇത് കാരണമാകുന്നു. ആധുനിക ലോകം കണ്ട് ഏറ്റവും മനോഹരമായ ഒരു ദ്വീപ് രാഷ്ട്രം നമ്മുടെ കൺമുന്നിൽ നിന്ന് മറഞ്ഞു പോകാൻ പോകുന്നു എന്ന ഭീകരമായ സത്യമാണ് മാലദ്വീപ് നമുക്ക് നൽകുന്നത്. മാലദ്വീപിന് സമാനമായ അവസ്ഥയാണ് പസഫിക് സമുദ്രത്തിലെ ദ്വീപ് രാഷ്ട്രങ്ങളായ തുവാലുവിനും അതുപോലെ കിരിബാത്തിക്കും മാർഷൽ ഐലൻഡിനും പറയാനുള്ളത്. ഈ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥാ വ്യതിയാനം എന്നത് ഒരു പുതിയ പത്രവാർത്തയല്ല, മറിച്ച് ദിവസേനയുള്ള പോരാട്ടമാണ്. തുവാലു ഇതിനോടകം തന്നെ തങ്ങളുടെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി ഫിജിയിൽ സ്ഥലം വാങ്ങിക്കഴിഞ്ഞു. ഒരു രാജ്യം അതിൻ്റെ മണ്ണിൽ നിന്ന് പൂർണ്ണമായും മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറേണ്ടി വരുന്ന അവസ്ഥ ആലോചിക്കുന്നതിലും അപ്പുറമാണ്. കിരിബാത്തിയും സമാനമായ തയ്യാറെടുപ്പുകളിലാണ്. മാർഷൽ ഐലൻഡിൽ ഓരോ വർഷവും തീരപ്രദേശങ്ങൾ കടലെടുത്തുകൊണ്ടേയിരിക്കുന്നു. ഈ ദ്വീപുകളിലെ ജനങ്ങൾ തങ്ങളെ കാലാവസ്ഥാ അഭയാർത്ഥികൾ എന്ന് വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കടൽ ഭിത്തികൾ നിർമ്മിച്ചും മണൽ നിറച്ചും അവർ നടത്തുന്ന പോരാട്ടങ്ങൾ പ്രകൃതിയുടെ ശക്തിക്ക് മുന്നിൽ നിസ്സാരമായി മാറുകയാണ്. ഈ കുഞ്ഞു രാഷ്ട്രങ്ങൾ പുറത്തുവിടുന്ന കാർബൺ മലിനീകരണം ലോകത്തെ മൊത്തം കണക്കനുസരിച്ച് നോക്കിയാൽ വളരെ കുറവാണ്. എങ്കിലും വികസിത രാജ്യങ്ങൾ വരുത്തിവെക്കുന്ന വിനയുടെ ആദ്യ ഇരകളായി ഇവർ മാറുന്നു എന്നത് ആഗോള രാഷ്ട്രീയത്തിലെ അനീതിയെക്കുറിച്ച് തുറന്നു കാട്ടുകയാണ്. ദ്വീപ് രാഷ്ട്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദശലക്ഷക്കണക്കിന് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ബംഗ്ലാദേശിൻ്റെ അവസ്ഥ ഇതിലും ഭീകരമാണ്. സമുദ്രനിരപ്പ് 1 മീറ്റർ ഉയർന്നാൽ പോലും ബംഗ്ലാദേശിലെ മൊത്തം വിസ്തൃതിയുടെ 17% ഭാഗം കടലിനടിയിലാകും എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത് കേവലം ഭൂപടത്തിലെ മാറ്റമല്ല, മറിച്ച് ഏകദേശം 2 കോടിയിലധികം മനുഷ്യർ സ്വന്തം വീടും തൊഴിലും ഉപേക്ഷിച്ച് അഭയാർത്ഥികളായി മാറേണ്ടി വരും എന്നതാണ് ഇതിൻ്റെ ആഘാതം. ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പലായനമായിരിക്കും ഇത് സംഭവിക്കുക. തീരപ്രദേശങ്ങളിലെ കൃഷിഭൂമിയിൽ ഉപ്പുവെള്ളം കയറുന്നതോടെ രാജ്യം വലിയൊരു ഭക്ഷ്യപ്രതിസന്ധിയിലേക്ക് നീങ്ങും. ബംഗ്ലാദേശ് നേരിടുന്ന ഈ വെല്ലുവിളി അയൽരാജ്യമായ ഇന്ത്യയെയും ബാധിക്കും എന്നതിൽ തർക്കമില്ല. അതിർത്തി കടന്നുള്ള കുടിയേറ്റവും സാമൂഹികമായ അസ്വസ്ഥതകളും ഇതിൻ്റെ ഭാഗമായി ഉണ്ടായേക്കാം. പ്രകൃതിക്ഷോഭങ്ങളെ നേരിടാൻ ബംഗ്ലാദേശ് വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഉയരുന്ന കടലിനെ തടഞ്ഞു നിർത്താൻ അവർക്ക് മാത്രമായി കഴിയില്ല. കാലാവസ്ഥാ വ്യതിയാനം ദരിദ്ര രാജ്യങ്ങളെ മാത്രമല്ല സമ്പന്നമായ യൂറോപ്യൻ രാജ്യങ്ങളെയും ബാധിക്കുന്നുണ്ട് എന്നതിന് തെളിവാണ് നെതർലൻഡ്സും വെനീസും. നെതർലൻഡ്സിൻ്റെ 26% ഭാഗവും നിലവിൽ സമുദ്രനിരപ്പിന് താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകളായി അവർ കടലിനോട് പൊരുതിയാണ് തങ്ങളുടെ ഭൂമി സംരക്ഷിക്കുന്നത്. ഡാമുകളും സങ്കീർണമായ പമ്പിംഗ് സംവിധാനങ്ങളും ഉപയോഗിച്ച് അവർ വെള്ളത്തെ പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും 2100 ആകുമ്പോഴേക്കും ഈ പ്രതിഭാസം എത്രത്തോളം ഫലപ്രദമാകും എന്നതിൽ ശാസ്ത്രജ്ഞർക്ക് സംശയമുണ്ട്. ഇറ്റലിയിലെ വെനീസ് നഗരത്തിൻ്റെ കഥയും വ്യത്യസ്തമല്ല. കനാലുകളുടെ നഗരം എന്നറിയപ്പെടുന്ന വെനീസ് ഓരോ വർഷവും ശരാശരി 2 മില്ലിമീറ്റർ എന്ന കണക്കിൽ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്.
നിലവിൽ തന്നെ വലിയ വെള്ളപ്പൊക്കങ്ങൾ വെനീസിനെ വലയ്ക്കുന്നുണ്ട്. നഗരത്തെ സംരക്ഷിക്കാനായി ബില്യൺ കണക്കിന് ഡോളർ ചെലവഴിച്ച് നിർമ്മിച്ച മോസസ് പ്രോജക്റ്റ് പോലെയുള്ള സംവിധാനങ്ങൾ എത്ര കാലം പ്രകൃതിയെ പിടിച്ചു നിർത്തും എന്നത് ചോദ്യചിഹ്നമാണ്. ഒരു കാലഘട്ടത്തിൽ സംസ്കാരവും വാസ്തുവിദ്യയും പേറുന്ന ഈ നഗരങ്ങൾ വെള്ളത്തിനടിയിലാകുന്നത് ലോകത്തിന് തന്നെ വലിയൊരു നഷ്ടമായിരിക്കും. വികസിത രാജ്യമായ അമേരിക്കയിലെ ഫ്ലോറിഡ സംസ്ഥാനത്തുള്ള മിയാമി നഗരം നേരിടുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു പ്രതിസന്ധിയാണ്. മിയാമി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സുഷിരങ്ങളുള്ള ചുണ്ണാമ്പ് കല്ലിന്മേലാണ്. സമുദ്രനിരപ്പ് ഉയരുമ്പോൾ വെള്ളം കരയിലേക്ക് ഒഴുകുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് ഭൂമിക്കടിയിലൂടെ ഈ ചുണ്ണാമ്പ് കല്ലുകളിലെ സുഷിരങ്ങളിലൂടെ മുകളിലേക്ക് ഉറവയായി വരികയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വലിയ കടൽഭിത്തികൾ നിർമ്മിച്ചുകൊണ്ട് മാത്രം മിയാമിയെ രക്ഷിക്കാൻ കഴിയില്ല. നിലവിൽ തന്നെ വേലിയേറ്റ സമയത്ത് നഗരത്തിലെ റോഡുകളിൽ വെള്ളം നിറയുന്നത് പതിവായിരിക്കുകയാണ്. കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ആസ്തികളുള്ള ഈ നഗരം 2100ഓടെ വാസയോഗ്യമല്ലാതായി മാറുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. സാങ്കേതിക വിദ്യ കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയാത്ത ഈ ഭൗമ പ്രതിസന്ധി മനുഷ്യന്റെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടി കൂടിയാണ്. ഈ രാജ്യങ്ങളും നഗരങ്ങളും അപ്രത്യക്ഷമാകുമ്പോൾ ലോകം നേരിടാൻ പോകുന്നത് കേവലം ഭൂമി നഷ്ടപ്പെടുന്ന പ്രശ്നം മാത്രമല്ല. ഒരു രാജ്യം ഭൂപടത്തിൽ നിന്ന് മായുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങളുടെ പൗരത്വം, അവരുടെ നിയമപരമായ അവകാശങ്ങൾ, അന്താരാഷ്ട്ര അതിർത്തികൾ എന്നിവ എങ്ങനെ നിർണ്ണയിക്കും എന്നത് വലിയൊരു നിയമ പ്രശ്നമായി മാറും. തങ്ങളുടെ രാജ്യം ഇല്ലാതായാലും അന്താരാഷ്ട്ര വേദികളിൽ തങ്ങൾക്ക് വോട്ടവകാശം വേണമെന്ന് തുവാലു പോലെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ വാദിക്കുന്നുണ്ട്. കൂടാതെ ദശലക്ഷക്കണക്കിന് മനുഷ്യർ അഭയാർത്ഥികളായി മാറുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തികവും സാമൂഹികവുമായ ആഘാതം ലോകക്രമത്തെ തന്നെ തകിടം മറിക്കാൻ പോകുന്നതാണ്. ഇത് കേവലം ആ രാജ്യങ്ങളുടെ മാത്രം പ്രശ്നമല്ല, മറിച്ച് മനുഷ്യരാശി ഒന്നടങ്കം നേരിടേണ്ടി വരുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. 2100 എന്നത് വരാനിരിക്കുന്ന ഒരു വിദൂര വർഷമായി നമുക്ക് തോന്നാം. എന്നാൽ നമ്മുടെ അടുത്ത തലമുറ ജീവിക്കേണ്ട ലോകമാണിത്. ഈ രാജ്യങ്ങൾ നേരിടുന്ന ഭീഷണി നമ്മൾ വായുവിൽ നിറയ്ക്കുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെയും നാം നശിപ്പിക്കുന്ന വനങ്ങളുടെയും ഫലമാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന വികസന മാതൃകകൾ നമുക്ക് നൽകുന്നത് വലിയൊരു ദുരന്തത്തിൻ്റെ മുന്നറിയിപ്പാണ്. ഇനിയെങ്കിലും നാം പുനരുപയോഗ ഊർജത്തിലേക്കും പരിസ്ഥിതി സൗഹൃദ ജീവിത ശൈലിയിലേക്കും മാറാൻ തയ്യാറായില്ലെങ്കിൽ 2100ഓടെ നമുക്ക് നഷ്ടപ്പെടുന്നത് ഏതാനും രാജ്യങ്ങൾ മാത്രമല്ല, മറിച്ച് വരും തലമുറയുടെ നിലനിൽപ്പ് തന്നെയാണ്. ഈ മാറ്റം ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു എന്ന ബോധ്യം ഓരോ പൗരനിലും ഭരണാധികാരിയിലും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. കടൽ ശാന്തമാണെന്ന് തോന്നുമെങ്കിലും അത് പതുക്കെ നമ്മുടെ കരകളെ വിഴുങ്ങാൻ ഒരുങ്ങുകയാണ്. ഇത് വെറുമൊരു മുന്നറിയിപ്പല്ല, പ്രവർത്തിക്കാനുള്ള അവസാന നിമിഷമാണ്. നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ സംരക്ഷിക്കാൻ നാം ഒരുമിച്ച് നിൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ ഓരോ ചെറിയ പ്രവർത്തനവും ഭാവിയിൽ ഒരു രാജ്യത്തിൻ്റെയോ നഗരത്തിൻ്റെയോ നിലനിൽപ്പിന് കാരണമായേക്കാം എന്നോർക്കുക. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.